നമസ്കാരം. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച കൊലപാതകമായിരുന്നു RMB നേതാവ് TP ചന്ദ്രശേഖരൻ്റേത്. 2012 മെയ് 4-നായിരുന്നു ചന്ദ്രശേഖരനെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിലെ പ്രതികൾ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതിയടക്കം 3 പേരെ വെറുതെ വിടാനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. ഇതിനെതിരെ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് അടക്കം വലിയ വിമർശനമാണ് ഉയരുന്നത്. ഇതുൾപ്പെടെയാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ നീക്കവുമായി സർക്കാർ. TK രജീഷ്, ഷാഫി, സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. ഇവർ അടക്കമുള്ള പ്രതികളെക്കുറിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നിട്ടുണ്ട്. TP കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള തീരുമാനത്തിന് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ജയിൽ സൂപ്രണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് പുറത്തിറക്കി. ആ ലിസ്റ്റിൽ TP കേസിലെ 3 പ്രതികൾ അണ്ണൻ ഷിജിത്ത്, TK രജീഷ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള 3 പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പ്രതികൾക്ക് ഒരു കാരണവശാലും റെമിഷൻസ് കൊടുക്കാൻ പാടില്ല എന്നും ഇരട്ട ജീവപര്യന്തമാക്കിയിട്ടുണ്ട്. 20 വർഷത്തേക്ക് വീണ്ടും ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഉണ്ടായിരിക്കെ അതൊക്കെ മറികടന്നുകൊണ്ട് അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു സൂപ്രണ്ടിൻ്റെ സ്വന്തം തീരുമാനത്തിന് ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഇതിനകത്ത് പങ്കുണ്ടായിരിക്കും. അവരുടെയൊക്കെ അറിവോടുകൂടെ അല്ലാതെ ഈ ഒരു നീക്കം നടക്കില്ല. അപ്പോൾ ഇതിനെതിരെ ശക്തമായ നിയമ രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പറ്റില്ല. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൽ 2 ജീവപര്യന്ത തടവിന് വിധിച്ചിട്ടുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ, അതിന് വിധേയരായിട്ടുള്ള പ്രതികൾ എന്നുള്ള നിലയിൽ അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. ഇതാണ് തിരുത്തൽ എന്ന് വരിക. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിക്കുക വരും വേണ്ട. അവർ തിരുത്തും എന്ന് പറയുമ്പോൾ ചെയ്ത തെറ്റുകൾ തിരുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. അതല്ല, എന്തെങ്കിലും മിച്ചം ഒരു നന്മ ചെയ്തിട്ടെങ്കിൽ അതും കൂടെ തിരുത്തും എന്നൊരു മട്ടിലാണ് അവർ പോകുന്നത്. അതൊന്നും ജനങ്ങളെ ഒരു ഹാസ്യ കഥാപാത്രമാക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും ജനങ്ങളത് അംഗീകരിക്കുകയില്ല. പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല. കേരളം അതിന് അനുവദിക്കില്ല. അതിന് കോൺഗ്രസ് അല്ല, കേരളം ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നതിൽ സംശയമുണ്ട്. സർക്കാരിന്റെ ഇത്തരം ശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോയാൽ TP ചന്ദ്രശേഖരന്റെ വധം എന്ന് പറയുന്നത് കേരളത്തിലെ മനസ്സാക്ഷിയെ മുഴുവൻ മരയിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ആ ഞെട്ടിൽ ഇപ്പോഴും ആ സംഭവം ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞെട്ടാതിരിക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്ര ഭീകരമായിട്ടൊരു കൊലപാതകം നടന്നിട്ട് അതിനെ ഗൗരവതരമായി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ കഴിഞ്ഞ ആളുകൾ ഇപ്പം ഞാൻ ഇന്ന് കണ്ടു. ആ ശിക്ഷയിൽ പരോളിലിറങ്ങിയിട്ട് പിന്നെ ഉല്ലസിക്കുന്ന ചിത്രം കണ്ടു. പരോളിലിറങ്ങുന്നത് ഇതിനു വേണ്ടിയാണോ എനിക്കറിയില്ല. എന്നാൽ വിഷയം വിവാദമായതോടെ പ്രതിരോധം തീർക്കുകയാണ് സർക്കാരും ജയിൽ വകുപ്പും. ആർക്കും പ്രത്യേക ഇളവില്ല എന്ന് സർക്കാർ പറയുമ്പോൾ
പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയെന്നാണ് ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇത് നമ്മുടെ ആസാദിയിലെ അമൃത മഹോത്സവിലെ കഴിഞ്ഞ വർഷം തുടങ്ങിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മിനിമം അർഹത ഉള്ള ആൾക്കാർക്ക് അവിടെ ഒരു പേര് ജയിലിൽ നിന്നും സ്ഥിരമായി വരാറുണ്ട്. സോ വെൻ ദാറ്റ് ലൈക്ക് മിനിമം ക്വാളിഫിക്കേഷൻ ലൈക്ക് 10 വർഷം പൂർത്തിയായി ആൾക്കാരും 15 വർഷം പൂർത്തിയായി 20 വർഷം പൂർത്തി അങ്ങനെ പോലെ then when the list comes then police headquarters will do detailed inquiry in each and every individual name and then we screen out people. So generally the High Court order is very clear that their remission will not be considered after completing minimum 20-25 years of the sentence. So they will be out. There is nothing. This is a very one simple letter from the jail superintendent as is being shown to the media and media is interpreting it differently. There is no such thing because the High Court order is very clear and we will be applying that order into that. So his name will be out of it. ഒന്നുമില്ല നമുക്ക് അങ്ങനെ പോലെ ഗവർണറുടെ പ്രൊപ്പോസലും പോയില്ല. I don't know why the news is coming in the media. We have not sent any such proposal. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് MS അനീഷ് കുമാറും അതോടൊപ്പം തന്നെ ഡാൻ കുര്യനുമാണ്. ആദ്യം MS അനീഷ് കുമാറിലേക്ക്. അനീഷ്, നിയമം അനുശാസിക്കുന്നവർക്ക് സാധാരണ നിലയിൽ ഇളവുകൾ ലഭിക്കാറുണ്ട്. അത് അവരുടെ ചരിത്രവും ജയിലിലെ പെരുമാറ്റവും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് ഇരയാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ, ഈ പ്രതിയുടെ തന്നെ കുടുംബ പശ്ചാത്തലം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സാമൂഹിക അന്തരീക്ഷം, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ ആളുകൾക്ക് പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്തിറങ്ങാൻ അവസരം ലഭിക്കാറുള്ളത്. അതിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ പേരുമുണ്ടാകാം. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ഈ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷയിൽ ഇളവ് തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ശ്രദ്ധിച്ച ഒരു വിധി തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഈ കേസിലെ ശിക്ഷ ഇളവ് നൽകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല 20 വർഷത്തേക്ക് ഒരു തരത്തിലുമുള്ള ഇളവിന് ശ്രമിക്കേണ്ടതില്ല എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചിരുന്നു. അവർക്കെങ്ങനെയാണ് 2012 നടന്ന ഒരു കുറ്റകൃത്യത്തിൽ 2014 ശിക്ഷ വിധിക്കുന്നു, 10 വർഷം മാത്രം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു, അവരെ പുറത്തിറക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അത് ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ KK രമ പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന സംശയിക്കേണ്ടി വരില്ലേ? ഇത് കേവലം ജയിൽ സൂപ്രണ്ടിൻ്റെ ഒരു നിർദ്ദേശം മാത്രമായി കാണാൻ പറ്റുന്ന ഒന്നാണോ? അഭിലാഷ്, CRPC 432 പ്രകാരമാണ് ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികൾക്ക് ചില നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഇളവ് നൽകാൻ കഴിയുക. അതിന് ഓരോ കാലയളവ് പലപ്പോഴും നിശ്ചയിച്ചിട്ടുണ്ട്. 10 വർഷം, 20 വർഷം, 15 വർഷമൊക്കെ ജയിലിൽ തുടർച്ചയായി കഴിയുന്ന തടവ് പുള്ളികൾക്ക് ഇത്തരത്തിൽ ചില പ്രത്യേക അവസരങ്ങളിലും ഒപ്പം നിയമാനുസൃതമായി നല്ല നടപ്പിൻ്റെ ഭാഗമായി, അതായത് ജയിൽ എന്ന് പറയുന്നത് ഒരു കറക്ഷണൽ ഫോഴ്സാണ്. കുറ്റകൃത്യത്തിന് ശിക്ഷയ്ക്കപ്പുറം അവർ ജയിലിൽ വന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള മാനസാന്തരം അവരിൽ വന്നിട്ടുണ്ടോ എന്ന പരിശോധന നടത്തുകയും ചെയ്യും. അത്തരത്തിൽ മാനസാന്തരം വന്നയാൾ ഒരുപക്ഷെ സമൂഹത്തിലേക്ക് പോയി വീണ്ടും പഴയ ജീവിതം നയിക്കാൻ പര്യാപ്തമാവും എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് അത്തരം ആളുകൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ളൊരു തീരുമാനമുണ്ടാവുക. ഇത്തരത്തിൽ ഏതാണ്ട് 56 പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. അത് ജൂൺ 13 സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പട്ടികയിൽ എങ്ങനെ ഈ TP വധക്കേസിലെ 3 പ്രതികൾ വന്നു എന്നതാണ് ഏറെ ആശ്ചര്യകരമായ കാര്യം. കാരണം അവർ ജയിലിൽ എത്തിയ സമയം മുതൽ തന്നെ ജയിലിൽ ഫോൺ വിളി നടത്തുക, മറ്റ് സഹതടവുകാരുമായി സംഘർഷത്തിൽ ഏർപ്പെടുക, ലഹരിമരുന്ന് ഉപയോഗിക്കുക തുടങ്ങിയ പല കാര്യങ്ങളാണ് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അവർക്കെതിരെ പലപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകൾ എങ്ങനെ നല്ല നടപ്പിനുള്ള ആളുകളുടെ പട്ടികയിൽ എത്തി എന്നതാണ് ആദ്യത്തെ ഒരു നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. കാരണം ജയിൽ സൂപ്രണ്ട് ഒരു സാധാരണ ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥൻ തയ്യാറാക്കുന്ന പട്ടിക ഒരു രാഷ്ട്രീയ തീരുമാനമല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആളുകളെ പുറത്തുവിടാനുള്ള അധികാരം ജയിൽ സൂപ്രണ്ടിനില്ല. ജയിൽ സൂപ്രണ്ട് നൽകുന്ന പട്ടികയിൽ പോലീസ് വളരെ വിശദമായി അന്വേഷണം നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകും. അത് ഈ തടവുപുള്ളികളുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ,
സുഹൃത്തുക്കൾ, ഈ കുറ്റകൃത്യത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കൾ എന്നിവരുമായൊക്കെ പോലീസ് ആശയവിനിമയം നടത്തിയ ശേഷമാവും ഇത്തരമൊരു പട്ടിക തയ്യാറാക്കുക. പക്ഷേ ഇങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുന്നതിന് മുമ്പ് എങ്ങനെ ഈ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടു എന്നാണ് നമുക്ക് കൗതുകരമായി ഇപ്പോഴും തോന്നുന്നത്. ഇനി ഈ പട്ടിക മുന്നോട്ട് നീങ്ങിയാൽ, അല്ലെങ്കിൽ ഈ TP വധക്കേസ് പ്രതികൾ 3 പേരുടെ വെറുതെ വിടുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജയിൽ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ക്രമങ്ങൾ മുന്നോട്ട് നീങ്ങിയാലും പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് നൽകാൻ കഴിയില്ല എന്നാണ് നമുക്ക് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം അവർ ഈ വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്കെതിരെ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി എന്നാൽ ആ ശിക്ഷ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഒപ്പം 20 വർഷമെങ്കിലും ചുരുങ്ങിയത് 20 വർഷമെങ്കിലും ജയിലിൽ കടക്കാതെ അവരുടെ ഇളവ് സംബന്ധിച്ച അപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യരുതെന്ന കൃത്യമായ ഉത്തരവ് നിലവിലുണ്ട് താനും. അതുകൊണ്ട് അത് മറികടന്നൊരു തീരുമാനത്തിലേക്ക് പോവാൻ പോലീസിന് കഴിയുന്ന സാഹചര്യമല്ല. ഒപ്പം വളരെ ജാഗരൂകമായി TP രമ അടക്കം TP ചന്ദ്രശേഖരന്റെ ഭാര്യ അടക്കം ഈ കേസിൽ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും അനുകൂലമായൊരു മറുപടി അക്കാര്യത്തിൽ ഉണ്ടാവില്ല. ഒപ്പം നിയമപരമായ എല്ലാ നടപടിക്രമങ്ങളിലൂടെയും ഈ തീരുമാനത്തിനെതിരെ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സർക്കാരിന് ഏതാണ്ട് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് ഏതാണ്ട് ധാരണയുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് മറികടന്നും എന്തിനാവും ഈ 3 പേരുടെ പട്ടിക പോലീസിന് അയച്ചത് എന്ന ചോദ്യമാണ് മുന്നോട്ട് വരുന്നത്. ഒരുപക്ഷെ അവർക്കൊരു കൃത്യമായ സന്ദേശം നൽകുകയായിരിക്കും സർക്കാർ, അല്ലെങ്കിൽ CPM നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകുന്നതിന് മാത്രമേ ഒരുപക്ഷെ ഇത് ഉപകരിക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ തന്നെ ഇത്തരമൊരു വിവരം പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം ആ വിവരം ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. TP രമ ഹൈക്കോടതി ഈ കാര്യം ഉന്നയിച്ച് സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലും നടത്തുന്നു. ഈ വാക്കുകളിൽ നിന്നും നേരത്തെ ജയിൽ DGP പിന്നാക്കം പോയിരിക്കുന്നു. കാരണം ഒരു കാരണവശാലും അവർക്ക് ഇത്തരത്തിലൊരു ഇളവിന് അവകാശമില്ല. അത് 20-25 വർഷങ്ങൾ ജയിലിൽ കഴിയാതെ പരിഗണിക്കാൻ പോലും ആവില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട CPM ഞാൻ അനീഷിലേക്ക് വരാം. എന്തായാലും അനീഷ് സൂചിപ്പിക്കുന്ന പോലെ ജയിൽ DGP ഇത് തള്ളിക്കളയുകയാണല്ലോ ഡാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ സാധാരണ നമുക്കറിയാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഉൾപ്പെടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി ഓരോ സംസ്ഥാന സർക്കാരുകളും കുറേ അധികം പ്രതികളെയൊക്കെ വിട്ടയക്കാറുണ്ട്. നമ്മുടെ ജയിലിൻ്റെ കപ്പാസിറ്റി പോലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു പരിധിയിൽ കൂടുതൽ കുറ്റവാളികളെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും നല്ല നടത്തിപ്പ് ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ശിക്ഷാ കാലയളവിൽ പെരുമാറുന്ന ആളുകളെയൊക്കെയാണ് പുറത്തുവിടുന്നത്. അവിടെയും DGP സൂചിപ്പിക്കുന്നത് പോലെ അത് കാലങ്ങളോളം ശിക്ഷ അനുഭവിച്ചവരായിരിക്കണം. അവരുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ പിന്നീട് അവർ അക്രമവാസന പുലർത്താത്തവർ ആയിരിക്കണം. ഇതെല്ലാം ഒരു ഭാഗത്ത്. മറുഭാഗത്താകട്ടെ ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് നിലനിൽക്കുന്നുമുണ്ട് ഈ വിഷയത്തിൽ. ഈ പ്രതികളുടെ പശ്ചാത്തലം, ഈ പ്രതികൾ പിന്നീട് ജയിലിനകത്ത് അടക്കം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, പല പ്രതികളെയും ജയിൽ മാറ്റിയ സാഹചര്യം, ഇതൊക്കെ നിരന്തരം വാർത്തകളിൽ നിറയുന്ന ഒന്നാണല്ലോ. എന്നിട്ടും എങ്ങനെയാണ് ഡാൻ ഈ 3 പേരുകൾ ഈ പട്ടികയിൽ ഇടം പിടിച്ചത്? അത് നിസ്സാരമാണ് അതിനുത്തരം. കൃത്യമായി അവർക്ക് രാഷ്ട്രീയമായ സ്വാധീനമുണ്ട്. ആ രാഷ്ട്രീയമായ സ്വാധീനം തന്നെ ആയിരിക്കാം ഈ നിയമപരമായ ഹൈക്കോടതി മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ 3 പേരുകൾ കൂടി ജയിലിൽ നിന്ന് ശിക്ഷാ ഇളവ് നൽകേണ്ടവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായി ആ 3 പേരുടെ മാത്രം പരിധിയിൽ വരുന്ന കാര്യമല്ല. ആ 3 പേർ ആർക്കാണോ സഹായം ചെയ്ത് നൽകിയത് അവരുടെ കൃത്യമായ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും അത്തരമൊരു കാര്യം പറയുമ്പോഴും നിയമപരമായി അങ്ങനെ ഒരു കാര്യം നടത്തിയെടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ അസന്നിഗ്ധമായി ജയിൽ മേധാവി വ്യക്തമാക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് 20 വർഷത്തിനോ 25 വർഷമോ ജയിൽ ശിക്ഷ കാലയളവ് അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് മാത്രമേ ശിക്ഷ ഇളവിന് ആനുകൂല്യമുള്ളൂ. ആ പട്ടിക തയ്യാറാക്കുമ്പോൾ 20 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ശിക്ഷാ കാലാവധി അല്ലെങ്കിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് മാത്രമേ ആ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ കേവലം 10 വർഷത്തിൽ താഴെ മാത്രം തടവ് ശിക്ഷ അനുഭവിച്ച TP കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷ ഇളവിന് യോഗ്യത ലഭിക്കുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കൃത്യമായി നമുക്കും അറിയാം അദ്ദേഹം ചോദിച്ച കാര്യം വസ്തുതാപരമാണ് എന്ന്. പക്ഷേ അത് കൃത്യമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ പിന്നെ എങ്ങനെ ആ പട്ടികയിൽ ഈ 3 പേർ കടന്നുകൂടി എന്നതാണ് ഇവിടെ പ്രധാനമായി ഉയരുന്ന ചോദ്യം. ആ ചോദ്യത്തിന് എന്തുത്തരമായിരിക്കും ജയിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക? അങ്ങനെയാണെങ്കിൽ ജയിൽ വകുപ്പ് ആരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ 3 പേർക്ക് ശിക്ഷ ഇളവ് നൽകാൻ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പ്രമാദമായ ഒരു കേസിലെ
3 പ്രതികൾക്കാണ് ഇങ്ങനെ ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന സാധ്യതകൾ പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായത് എന്നതാണ് ഈ വിവാദങ്ങളുടെ ആക്കം കൂട്ടുന്നതും. അഭിലാഷ്, തീർച്ചയായും ഒരുപക്ഷെ ഈ എന്തുകൊണ്ടാകാം ഈ ഇങ്ങനെയൊരു ലിസ്റ്റിലേക്ക് ഇവരുടെ പേരുകൾ കടന്നു വന്നത് എന്നതുപോലും നിയമപരമായ പോരാട്ടത്തിന് സാധ്യതയുണ്ട്. ഞാൻ ഡാൻ തിരികെ എത്താം. അനീഷ്, ഇതിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM വലിയ തിരിച്ചടി നേരിട്ട പശ്ചാത്തലമുണ്ട്. ആ തിരിച്ചടിയെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളിൽ വലിയ അവമതിപ്പുണ്ട് എന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലടക്കം ഈ ബോംബ് സ്ഫോടനങ്ങൾ വാർത്തയിൽ നിറഞ്ഞ പശ്ചാത്തലം. കഴിഞ്ഞ ദിവസവും ഒരു വ്യക്തി, ഒരു പ്രായമായ ആൾ ബോംബ് പൊട്ടി മരിച്ച സാഹചര്യം ഉണ്ടാകുന്നു. അയാൾ ഒരു തെറ്റും ചെയ്യാത്ത ആരോ നിർമ്മിച്ച ഒരു ബോംബ് പൊട്ടി കൊലപ്പെടുന്ന സാഹചര്യം. രാഷ്ട്രീയമായ പശ്ചാത്തലമോ രാഷ്ട്രീയമോ ഒന്നും അതിലില്ല. അവിടെയും ആ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ CPIMന് എതിരെയായിരുന്നു. അതിനെയൊക്കെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നു. മാധ്യമങ്ങൾ എപ്പോഴും CPIMനെതിരെയാണ്, അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നൊക്കെ തരത്തിലുള്ള നരേഷൻസ് സൈബർ ഇടങ്ങളിലൊക്കെ നടക്കുന്നു. അതിനിടയിലാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്, അതും പരസ്യമായ നീക്കങ്ങൾ. അതെങ്ങനെയാണ് സാധിക്കുന്നത് അനീഷ്, പ്രത്യേകിച്ച് ഈ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പോലും? തീർച്ചയായും അഭിലാഷ്, അങ്ങേയറ്റം അസാധാരണമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊഴുക്കുന്നതിനിടെയാണ് പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെടുകയും നിരവധി പ്രവർത്തകർ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ അറസ്റ്റിലാവുകയും ചെയ്ത് ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം വയോധികൻ പറമ്പിൽ തേങ്ങ പെറുക്കാൻ ഇറങ്ങുന്നതിനിടയിൽ ബോംബ് വിട്ടുതെറിച്ച് മരിക്കുന്നു. ഇതിന് CPMനെ എതിർത്ത്, ഈ ബോംബ് രാഷ്ട്രീയത്തെ എതിർത്ത് ഒരു സ്ത്രീ സംസാരിക്കുന്നു. ഒപ്പം ഇന്ന് പോലും കണ്ണൂരിൽ നടത്തിയ റെയ്ഡിൽ 2 ബോംബുകൾ, സ്റ്റീൽ ബോംബുകൾ ആളൊഴിഞ്ഞ സ്ഥലത്തെ കിണറ്റിൽ നിന്നും കണ്ടെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത്തരത്തിൽ അങ്ങേയറ്റം കലുഷിതമായ രീതിയിൽ തന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിലടക്കം വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് നേരിടേണ്ടി വന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പോലും ഈ കൂത്തുപറമ്പ് അടക്കമുള്ള പാർട്ടി കോട്ടകളിൽ പാർട്ടിക്ക് വലിയ വോട്ട് ശോഷണം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരമൊരു രാഷ്ട്രീയ തീരുമാനം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഈ TP വധക്കേസിലെ 3 പ്രതികളെ വെറുതെ വിടാം, അല്ലെങ്കിൽ ജയിൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഒഴിവാക്കാൻ പര്യാപ്തമാണോ എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറെ കൗതുകം. കാരണം തെരഞ്ഞെടുപ്പ് കാലത്തും മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ TP ചന്ദ്രശേഖരന്റെ വധവും CPMന്റെ അക്രമ രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങളുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴും അക്രമ രാഷ്ട്രീയത്തിൽ അകപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെ, രാഷ്ട്രീയ കേരളത്തെ ഏറ്റവും അധികം എട്ടിച്ച ഒരു നിഷ്ഠൂരമായ കൊലപാതകത്തിലെ പ്രതികളെ എന്തുകൊണ്ട് പുറത്തുവിടണം, അല്ലെങ്കിൽ പുറത്തുവിടാനുള്ള ശ്രമം പോലും നടത്തണമെന്ന് CPMന് തോന്നാൻ കാരണം എന്ത് എന്നതാണ് ഏറെ കൗതുകകരമായൊരു വസ്തുത. കാരണം ഒരു ജയിലിലെ സൂപ്രണ്ട് വിചാരിച്ചാൽ ഒന്നും മാത്രം ഒരു പട്ടിക തയ്യാറാക്കി പോലീസിന് കൈമാറാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കുന്നതിൽ ഇടം പിടിക്കാൻ പോലും ഉള്ളവർ അല്ല. കാരണം ഈ ജയിലിലെ നല്ല നടപ്പ് എന്ന നിർവചനത്തിന്റെ പരിധിയിൽ ഒരു ഘട്ടത്തിലും കടന്നുകൂടാൻ ഇടയില്ലാത്ത ആളുകളാണ്. ഒപ്പം ഹൈക്കോടതി വിധി അനുസരിച്ച് 20 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾക്ക് അപേക്ഷിക്കാൻ പോലും അർഹതയുള്ളവർ ഉള്ളൂ. അവിടെയാണ് എന്താണ് ഈ നടപടി കൊണ്ട് CPM ലക്ഷ്യം വയ്ക്കുന്നത്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് വഴി അവർ ലക്ഷ്യമിടുന്നത് എന്നത് തന്നെയാണ് ഒരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നത്. മുന്നോട്ട് പോയാൽ ഒരു തരത്തിലും പൂർണ്ണ വിജയത്തിലെത്താൻ കഴിയാത്ത ഒരു നടപടി എന്നതിന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം കോടതിയുടെ കൃത്യമായ ഉത്തരവ് ഉള്ളതിനാൽ പോലീസിന് അനുകൂലമായ റിപ്പോർട്ട് 3 പ്രതികളുടെ കാര്യത്തിലും നൽകാൻ കഴിയില്ല. നല്ല നടപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാലും അവർ ജയിലിൽ നല്ല നടപ്പിലായിരുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സന്ദേശം ഈ പ്രതികൾക്കും പുറത്തുള്ള ഇത്തരം അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നവർക്കും നൽകാനായിരിക്കാം. ഒപ്പമുണ്ട്, എന്ത് പ്രതിസന്ധി വന്നാലും ഒപ്പമുണ്ട്, ഇവരെയൊക്കെ മോചിപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമം വരെയും ഞങ്ങൾ നടത്തും എന്ന ഒരു സന്ദേശം നൽകാനായിരിക്കും ഒരുപക്ഷെ നിലവിലെ നടപടിക്രമമാണ് എന്നാണ് നമുക്ക് അനുമാനത്തിൽ എത്തേണ്ടത്. കാരണം ഒരു തരത്തിലും വിജയിക്കാൻ സാധ്യതയില്ലാത്തൊരു പരിശ്രമം തന്നെയാണ് ഈ 3 പ്രതികളുടെ കാര്യത്തിലും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു ചില നിയമപരമായ മാർഗങ്ങളും അവർ തേടും. കാരണം ഹൈക്കോടതി വിധിയാണ് ഈ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി വർദ്ധിപ്പിക്കുകയും 20 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞാൽ മാത്രമേ ഇളവ് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. മറുവശത്ത് സുപ്രീം കോടതി പോലുള്ള ഉന്നത കോടതികളുണ്ട്. അവിടെ പോയി എന്തെങ്കിലും ശിക്ഷാ ഇളവോ അല്ലെങ്കിൽ ഈ ജയിലിൽ കഴിയേണ്ട കാലയളവിലെ മാറ്റമോ ഒക്കെ അതിനുള്ള
രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരുപക്ഷെ നടത്തുന്നുണ്ടാവാം. അതിൻ്റെ അനുബന്ധമായാവാം ഇത്തരം ചില റിപ്പോർട്ടുകൾക്കായി അപേക്ഷിക്കുകയും അല്ലെങ്കിൽ ഇത്തരം ചില റിപ്പോർട്ടുകൾ വാങ്ങാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അഭിലാഷ്. റൈറ്റ്. എന്തായാലും ഇത് സംബന്ധിച്ച് പാർട്ടി നേതാക്കളുടെ പ്രാഥമികമായ പ്രതികരണങ്ങളൊക്കെ വരുമ്പോൾ അവർക്കൊരു ബന്ധവുമില്ല, സർക്കാർ ഇത്തരത്തിലൊരു നീക്കവും നടത്തിയിട്ടില്ല, പ്രത്യേകിച്ച് ഇത് ജയിൽ സൂപ്രണ്ടിന്റെ നിർദ്ദേശവും ശുപാർശയും മാത്രമാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജയിൽ സൂപ്രണ്ട് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെയാണോ ഈ 3 പേരുകൾ നൽകുന്നത് എന്നത് പാർട്ടി പ്രവർത്തകർക്ക് പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാൻ കുര്യനും ഒപ്പം അനീഷ് കുമാറും നൽകിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഞായറാഴ്ചകളിൽ മലപ്പുറം വളാഞ്ചേരിയിൽ ബന്ധുവീട്ടിൽ ഉറങ്ങിക്കിടന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ 3 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പീടികപ്പടി സ്വദേശികളായ സുനിൽ, ശശി, പ്രകാശൻ എന്നിവരാണ് പിടിയിലായത്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, എന്തായിരുന്നു സംഭവം? ഈ പ്രതികളുടെ പശ്ചാത്തലം എന്താണ്? അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പരാതി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും പോലീസ് ഈ കേസിൽ അന്വേഷണം തുടങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. 16-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 24-കാരിയാണ് യുവതി. യുവതി ബന്ധു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ 3 പേർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. സുനിൽ, ശശി, പ്രകാശൻ, ആ 3 പേരാണ് ഈ ഒരു കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സുനിൽ ഈ യുവതിയുടെ ബന്ധു കൂടിയാണ്. യുവതിയുടെ സമ്മതമില്ലാതെ ബലമായി ഇത്തരത്തിലൊരു പീഡനം നടത്തിയെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചിട്ടുള്ളത്. വൈദ്യ പരിശോധനയും മറ്റു നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഈ സംഭവം നടന്ന് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു യുവതി. തുടർന്ന് ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് കേസെടുക്കുകയും FIR രജിസ്റ്റർ ചെയ്യുകയും വളരെ വേഗത്തിൽ പ്രതികളെ പിടികൂടുകയും ചെയ്തു. ഇവരൊക്കെ തന്നെ പെയിന്റിംഗ് തൊഴിലാളികളും മറ്റ് സാധാരണ ജോലി ചെയ്യുന്നവരുമാണ് പ്രതികളെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ മദ്യലഹരിയിലായിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാണെങ്കിലും പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. യുവതി ഇപ്പോഴും ചികിത്സയിലാണ്. നേരത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു എന്നാണ്. അതായത് അനുമോദ്, ഈ 16-ാം തീയതി നടന്ന സംഭവത്തിൽ പരാതി വൈകിയത് ആ യുവതിയുടെ മാനസിക വിഷയം കൂടി ആണ്. അതായത് ഈ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ പ്രതികളിൽ ഒരു ബന്ധു കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അതായിരുന്നോ പ്രധാനമായി പരാതി ലഭിക്കാൻ വൈകിയത് എന്നാണോ പോലീസിന്റെ നിഗമനം? തീർച്ചയായും പോലീസിന്റെ കൈവശം മുൻപിൽ ഈ പരാതി വന്നതിന് ശേഷം പോലീസ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് ഈ ഒരു യുവതി ഇതിൻ്റെ ഒരു ആഘാതത്തിലായിരുന്നു, മാനസിക ആഘാതത്തിലായിരുന്നു. തന്നെ സന്ദർശിക്കാനെത്തിയ ഒരു സുഹൃത്തിനോട് സുഹൃത്ത് അന്വേഷിച്ചപ്പോഴാണ് യുവതി ഈ കാര്യങ്ങൾ പറയുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും തനിക്ക് ഏറ്റ ഒരു വലിയ ഒരു ശാരീരികമായിട്ടുള്ള ഒരു ആഘാതം അത് ചിലരെ സംബന്ധിച്ചൊക്കെ വലിയ ഷോക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതി നൽകാൻ വൈകുന്നത് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാകാം. എന്താണെങ്കിലും പോലീസിനെ സംബന്ധിച്ച് പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ബലാത്സംഗവും ഭവനഭേദനവും ആണ് ഇതിൽ ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. ഇവരെ കോടതിയിൽ ഹാജരാക്കി പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. പ്രതികളുടെ ദൃശ്യങ്ങളോ ഫോട്ടോയോ പോലീസ് നൽകുകയില്ല എന്നും നമ്മൾ അന്വേഷിച്ചപ്പോൾ വ്യക്തമാക്കി. കാരണം തിരിച്ചറിയൽ പരേഡ് പോലെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുകയില്ല. മാത്രമല്ല, ഈ ഒരു യുവതിയുടെ സ്വകാര്യതയും മറ്റും സൂക്ഷിക്കണമെന്നുള്ളതുകൊണ്ട് യുവതി നേരത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ എന്ന് പറഞ്ഞെങ്കിലും അവിടെയല്ല, മറ്റ് ഏതോ ഒരു ആശുപത്രിയിലാണ് എന്ന വിവരം മാത്രമാണ് പോലീസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസിനെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഒരു യുവതിക്ക് നേരെ ഉണ്ടായ ഹീനിയസ് ക്രൈം
അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. സ്വാഭാവികമായിട്ടും യുവതി തീർച്ചയായും അവിടെ യുവതിക്കില്ല അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ യുവതിയുടെ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലിപ്പോൾ ഈ ബന്ധുവീട്ടിൽ വെച്ചാണല്ലോ ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായത് എന്ന് പറയുന്നു. പ്രതികളിലും ബന്ധുവുണ്ട്. നമ്മൾ ആ പേര് വിവരങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഈ താമസിച്ചിരുന്ന ബന്ധുവീട്ടിലെ അതേ ബന്ധു തന്നെയാണോ ഈ പ്രതികളുടെ കൂട്ടത്തിൽ പെട്ടിട്ടുള്ളത്? അതേക്കുറിച്ച് പോലീസ് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല. ഈ യുവതിക്ക് അച്ഛനും അമ്മയും ഇല്ല. കുട്ടിക്കാലത്ത് തന്നെ അവർ വേർപിരിഞ്ഞതോ അല്ലെങ്കിൽ ഇല്ല മരിച്ചുപോയതോ ആണ്. അതിനെക്കുറിച്ചുള്ള വിശദാംശം ലഭിച്ചിട്ടില്ല. അപ്പോൾ കുറച്ചു കാലമായിട്ട് ബന്ധുവീട്ടിലാണ് യുവതി താമസിക്കുന്നത്. അവിടെ ഉള്ള ബന്ധുവാണോ അതോ പരിചയത്തിലുള്ള മറ്റേതെങ്കിലും ബന്ധുവാണോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത നൽകിയിട്ടില്ല. കാരണം അതൊരു പക്ഷേ യുവതിയുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാകാം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് അന്വേഷണ സംഘം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാൻ കഴിഞ്ഞിടത്തോളം ഒരു മേഖല പരിചയമുള്ള യുവതിയുമായി ഈ കുടുംബത്തിലുള്ള ഒരു യുവാവാണ് ഇതിൽ ഒരു മുഖ്യ കണ്ണിയായിട്ട് നിന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഉറങ്ങിക്കിടക്കുന്ന ഈ യുവതി ഇവിടെ ഉണ്ടെന്നും അത്തരം കാര്യങ്ങൾ ഈ വീട്ടിലേക്കുള്ള വഴിയും ഈ വീട്ടിലേക്കുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾ ഇയാൾ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇയാൾ മുഖേനയാകാം മറ്റു രണ്ടുപേരും എത്തിയതും യുവതിയെ ബലമായിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തതുമെന്നാണ് നമുക്ക് പോലീസ് നൽകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായി പിടികൂടപ്പെട്ടവർ ഏതാണ്ട് കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നാണോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഇതിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ 2 പേരെ വൈകുന്നേരത്തിന് മുൻപ് തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. മൂന്നാമത്തെ ആളെ പാലക്കാട് വെച്ച് ഇന്നലെ രാത്രിയും പോലീസ് പിടികൂടിയിരുന്നു. ഇന്ന് തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിൽ പ്രതികൾ 3 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതികൾ ഇങ്ങനെയൊരു കുറ്റം ചെയ്തതായി പോലീസിനോട് തുറന്നു സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ മറ്റ് നടപടികൾ, നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുകയാണ് ഇനി ചെയ്യാനുള്ളത്. തിരൂർ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം റിമാൻഡിൽ വിടും. പിന്നീടാകും കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ള മറ്റ് അന്വേഷണങ്ങൾ ഉണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് നേരെയുള്ള ഒരു കയ്യേറ്റം, ഒരു ലൈംഗിക അതിക്രമം, അവരുടെ മാനത്തിന് നേരെയുണ്ടായ ഒരു അതിക്രമം അത് ഉണ്ടായി വളരെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിലതിൽ ആ പ്രതികളെ, കുറ്റവാളികളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ആ യുവതിയുടെ ബന്ധു തന്നെ ആയിരിക്കാം ഈ ഒരു സംഭവത്തിൻ്റെ സൂത്രധാരൻ എന്ന് വേണം കരുതാൻ. കാരണം യുവതി അവിടെ ഉണ്ടാകുമെന്നും അവിടേക്കുള്ള വഴികളും ആ ഒരു വീട്ടിലെ സാഹചര്യവും ഒക്കെ അറിയുന്ന ഒരാൾ ഇയാളായിരിക്കാം. അപ്പോൾ ഇയാൾ തന്നെ ആകാം മറ്റു പ്രതികളെയും അവിടേക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാകാം ഈ ഒരു കൃത്യം നടന്നത് എന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇതിൽ കൃത്യമായ ഒരു മറുപടി, വിശദീകരണം പോലീസ് നൽകുകയില്ല എന്നും ഡിവൈഎസ്പി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും യുവതിയുടെ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ ബന്ധുവായ പ്രതിയുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്തുവിടുന്നതിന് അടക്കം പോലീസിനും പരിമിതികൾ ഉണ്ട്. എന്തായാലും പരാതി ലഭിച്ച ഉടനെ തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു എന്നാണ് CV അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളുടെ മുഖത്തടിച്ച് അമ്മ. രാധാകൃഷ്ണപിള്ള എന്ന ആൾ ആണ് സ്കൂളിലേക്കുള്ള യാത്രക്കിടെ ബസ്സിലും അതിന് പുറത്തും പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. രാധാകൃഷ്ണപിള്ളയെ പോക്സോ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്തു. ആവശ്യമില്ലാതെ പെമ്പിള്ളാർ ദേഹത്ത് തൊടരുത് പറഞ്ഞാട്ടില്ല. പിന്നെ പേടിക്കുന്നേ എവിടെ ഉള്ളതാ? അവന്റെ പേരും അഡ്രസ്സും ഒക്കെ എന്ന് പറഞ്ഞേ. സ്റ്റേഷനിൽ വിളിച്ചേ ഇതേപോലെ ഒരു മോള്. പാർട്ടിയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ നിയമം ആരും കയ്യിലെടുക്കരുത് എന്നതാണ് എല്ലാവരും പറയുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മർദ്ദിച്ചത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ പ്രതിരോധം തീർക്കുക, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോലീസ് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം എന്നൊന്നും ഉള്ളതല്ലല്ലോ. എന്തായാലും ആ ഉപദ്രവിച്ചയാളെ മുഖത്തടിക്കാൻ കാണിച്ച അമ്മയുടെ ധൈര്യവും ധീരതയും ശരിക്കും അഭിനന്ദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. എന്താണ് സംഭവം? അഭിലാഷ്, തീർച്ചയായും അത് തന്നെയാണ് കാര്യം. ഇന്നലെ വൈകിട്ടാണ് 5 മണിക്കാണ് ഇത്ര ഒരു സംഭവം ഉണ്ടാവുന്നത്. ഈ പെൺകുട്ടി സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് നെല്ലിമുകൾ വെച്ചാണ് ഇത്തരത്തിൽ ഈ
പ്രതിയായ രാധാകൃഷ്ണപിള്ള കുട്ടിയെ മോശമായി പെരുമാറുകയും പല പ്രാവശ്യം കുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുകയൊക്കെ ചെയ്തു. തുടർന്ന് പ്രതിരോധിക്കാൻ കുട്ടി ശ്രമിച്ചെങ്കിലും വീണ്ടും ഇയാൾ ശല്യപ്പെടുത്തുകയായിരുന്നു. അതോടുകൂടി വീട്ടിലേക്ക് പിന്നീട് അമ്മയെ വിളിച്ച് വിവരം അറിയിക്കുകയും അമ്മ സ്ഥലത്തെത്തുകയും ഇയാളുമായി വാക്കേറ്റം ഉണ്ടാവുകയും ആ അമ്മയും മകളെയും ആക്രമിക്കാൻ ഒരു ശ്രമം ഇയാൾ നടത്തുകയുണ്ടായി. തുടർന്നാണ് ഇയാളുടെ മുഖത്ത് ഈ പെൺകുട്ടിയുടെ അമ്മ അടിച്ചത്. മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. മുഖത്ത് മൂക്കിന് വാലത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും പ്രതിക്ക് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോക്സോ വകുപ്പ് ചുമത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ അമ്മയുടെ പേരിൽ, കാരണം ഇയാളെ മർദ്ദിച്ചെന്നുള്ളൊരു പേരിൽ അയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അമ്മയുടെ പേരിലും കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും വല്ലാത്തൊരു സംഭവം. കാരണം പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെടുന്ന കുട്ടിയുടെ മേലിൽ മോശമായി ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുകയും അല്ലെങ്കിൽ മോശമായ പെരുമാറ്റം നടത്തുകയും ശക്തമായൊരു പ്രതിരോധമാണ് അമ്മ ചെയ്തത്. തീർച്ചയായും സ്വാഭാവികം നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. തീർച്ചയായും അത്തരം സംഭവങ്ങളിൽ പെട്ടെന്ന് ഒരു പ്രകോപനം, കാരണം ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ട് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അയാളിൽ നിന്ന് കുട്ടി ഈ ഇത്തരം ഒരു മോശമായ പെരുമാറ്റം ഉണ്ടായപ്പോൾ ചോദ്യം ചെയ്യുകയും അതിനെ പ്രതിരോധം ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ഈ പെൺകുട്ടിയെയും അമ്മയും ഒരുപോലെ ആക്രമിക്കാനുള്ള ശ്രമം, കല്ലെടുത്തൊക്കെ ഇടിക്കാനുള്ള ശ്രമം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കാണാം. അതിനെയാണ് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് സഹികെട്ടപ്പോഴാണ് അവസാനം ഇത്തരത്തിൽ ഈ അമ്മയ്ക്ക് ഇയാളെ മർദ്ദിക്കേണ്ടതായി വന്നത്. എന്തായാലും മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ ഇയാള് മദ്യലഹരിയിൽ ആയിരുന്നോ? തീർച്ചയായും അയാൾ മദ്യലഹരിയിലായിരുന്നു. വളരെ മോശമായിട്ടാണ് പെൺകുട്ടിയുടെ സഹികെട്ടപ്പോഴാണ് ആ കുട്ടി ഇതുപോലെ അമ്മയെ വിളിച്ച്, കാരണം നടക്കുന്ന സമയത്ത് വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് വളരെ മോശമായി പെരുമാറുകയും പിന്നീട് ബസ് സ്റ്റോപ്പിൽ വെച്ചുമൊക്കെ ഇത്തരത്തിൽ നിരന്തരം ശല്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മയെ വിളിച്ച് ഈ പെൺകുട്ടിയെ വിവരം ധരിപ്പിക്കുകയും അമ്മ സ്ഥലത്തെത്തി ചെയ്തത്. മദ്യലഹരിയിലായിരുന്നു ഈ പ്രതിയായ രാധാകൃഷ്ണപിള്ള. എന്തായാലും അത്തരമൊരു സംഭവം ഉണ്ടായത് ശക്തമായ രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ ഇയാള് ഈ പെൺകുട്ടിയും മാതാവിനെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അത് തുടക്കത്തിൽ തന്നെ അത് പ്രതിരോധിക്കാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ മുഖത്തും അടിക്കുക ചെയ്തത്. അതിന് മുഖത്ത് മൂക്കിന്റെ പാലത്തിനൊക്കെ പൊട്ടലുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ ചിലപ്പോൾ അത്തരം മർദ്ദനങ്ങൾ നിയമപരമായി കുറ്റകരമായിരിക്കാം. പക്ഷേ അത് ആ സമയത്ത് അവർ ചെറുത്തുനിൽപ്പിന് തയ്യാറായില്ലെങ്കിൽ ഒരു പക്ഷേ ഈ അമ്മയും മകളെയും കൂടെ അയാൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തീർച്ചയായും അത് ഒരു പക്ഷേ നമുക്കത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ഫലങ്ങൾ കണ്ടെത്തുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ശരിയായ രീതിയിലൊരു പ്രതിരോധം തന്നെയാണ് അമ്മ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. ശശിനാരായണൻ, ഈ രാധാകൃഷ്ണപിള്ളയുടെ മറ്റു പശ്ചാത്തലം അറിയാമോ? ഇയാൾ എവിടുത്തെ ഏത് സ്വദേശിയാണ്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രാധാകൃഷ്ണപിള്ള അടൂർ മുണ്ടപ്പള്ളി സ്വദേശിയാണ്. നേരത്തെയും മദ്യപിക്കുന്ന ആളാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങളിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഈ മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ 2-3 പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ഈ കുട്ടി അതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ശല്യം സഹിക്കാതെ നടന്നു വരികയും സമയത്ത് പിന്തുടർന്നാണ് വീണ്ടും വന്ന് ഇത്തരത്തിൽ ആക്രമിച്ചത്. അത് ആ സമയത്ത് തന്നെ ആണ് ഈ കുട്ടി വീട്ടിലേക്ക് വിവരം ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മയെ വിളിച്ചിരിക്കും, എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുകയും ചെയ്തത്. സാധാരണയിൽ കുട്ടി വരുന്ന സമയത്ത് സ്കൂട്ടറിൽ വന്ന് തിരികെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ വിളിച്ചപ്പോൾ തന്നെ അമ്മയ്ക്കൊരു സംശയം തോന്നി. പെട്ടെന്ന് ശബ്ദത്തിൽ ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ അമ്മ സ്ഥലത്തെത്തുകയും അപ്പോഴും ഇയാൾ പ്രകോപിതനായി കുട്ടിയുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. കുട്ടി ആ സമയത്തും ഈ അമ്മ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇയാളുമായി വാക്കേറ്റം ഉണ്ടാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് ഇഷ്ടപ്പെടാൻ വന്നപ്പോൾ കല്ലെടുത്ത് ഇവരെ മർദ്ദിക്കാനൊക്കെ ശ്രമം അയാൾ നടത്തുന്നു. അതായത് ഈ പ്രതിയുടെ പ്രദേശത്ത് വെച്ചൊന്നുമല്ല ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. അടൂർ നെല്ലിമൂൾ ഭാഗത്താണ്, പ്രതിയുടെ പ്രദേശത്തുള്ള നെല്ലിമൂൾ ഭാഗത്ത് വെച്ചാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. അയാൾ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയും അവിടെ വെച്ചാണ് ഇത്തരം ഒരു മദ്യപിച്ച് ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായത്. ശല്യം ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ സ്പർശിക്കുകയും മോശമായ രീതിയിൽ സ്പർശിക്കുകയൊക്കെ ചെയ്തു. അത് ചോദ്യം ചെയ്ത പെൺകുട്ടിയാണ് ഇത്തരത്തിൽ വീണ്ടും കൂടെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. അത് ആണ് അമ്മ എത്തിയ സ്ഥലത്തെത്തിയതിനു ശേഷം ഈ പ്രതിയെ നേരെ വാക്കേറ്റം ഉണ്ടാകുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് തുടർന്നാണ് മുഖത്ത് അടിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും ഈ 2 കേസിലും പ്രതിയെ അറസ്റ്റ് ചെയ്തു. പോക്സോ വകുപ്പ് പ്രകാരം പ്രതിയെ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമപരമായുള്ള സാങ്കേതികപരമായുള്ള കാരണങ്ങൾ കൊണ്ട് അയാളെ മർദ്ദിച്ചതിന്റെ പരാതിയിൽ പോലീസ് ഈ അമ്മയുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. അഭിലാഷം, പത്തനംതിട്ടയിലാണ് സ്കൂൾ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചയാളുടെ മുഖത്തമ്മ അടിച്ചത്. രാധാകൃഷ്ണപിള്ള എന്നയാൾ ആണ്
സ്കൂളിലേക്കുള്ള യാത്രക്കിടെയും അതിനുശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും പിന്നാലെ നടന്ന് ശല്യം ചെയ്തത്. ഇതേ തുടർന്നാണ് വാക്കേറ്റമുണ്ടാവുകയും അങ്ങനെ രാധാകൃഷ്ണപിള്ളയെ ആ പെൺകുട്ടിയുടെ അമ്മ അടിക്കുകയും ചെയ്തത്. കാക്കനാട് DLF ഫ്ളാറ്റിൽ പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിൽ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് ദിവസവും 2 നേരം പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നലെ 8 ഫ്ളാറ്റുകളിൽ നിന്ന് പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതുതായി 3 പേർക്ക് കൂടി രോഗലക്ഷണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചതുമൂലം ഉണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് അണുബാധ ഉണ്ടായത് എന്ന പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാൻ സ്ഥലം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ യോഗം എപ്പോഴാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗം ആരംഭിച്ചു കഴിഞ്ഞു. 2 മണിക്ക് തന്നെ യോഗം തുടങ്ങിയിരുന്നു. ഈ DLF ഫ്ളാറ്റിലെ അസോസിയേഷൻ പ്രതിനിധികളും ഒപ്പം ഈ ഫ്ളാറ്റിന് അടുത്തായിട്ടുള്ള ഒരു ദർശൻ നഗറുണ്ട്, അവിടെയുള്ള അന്തേവാസികളും ചേർന്നിട്ടുള്ള ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ഈ പ്രദേശവാസികൾ പ്രധാനമായും ആരോപിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ പണി തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ ഒരു തോടുണ്ടായിരുന്നു. അതായത് ആ ഫ്ളാറ്റ് നിൽക്കുന്ന ഇടം ഒരു ചതുപ്പ് നിലമായിരുന്നു, അവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും മൂടിയതിനു ശേഷമാണ് ആ DLF ഫ്ളാറ്റ് അവിടെ പണിതത്. ആ ഫ്ളാറ്റ് പണിയുന്ന സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു ആ തോട് മൂടരുത്, കാരണം അത് അടുത്തുള്ള പുഴയിലേക്കും കായലിലേക്കും ഒക്കെ വെള്ളം എത്തുന്ന ഒരു വഴിയാണ്, ഒരു തോടാണ്. അതടച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകും. അതവിടെ താമസിക്കുന്നവർക്കും ഫ്ളാറ്റിലുള്ളവർക്കും ഒക്കെ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഈ ദർശൻ നഗറിലുള്ള ആളുകളൊക്കെ അന്ന് തന്നെ DLF ഫ്ളാറ്റ് നിർമ്മിക്കുന്ന വേളയിൽ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഈ കോൺട്രാക്റ്റിലുള്ളവർ ഈ അന്തേവാസി ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഈ തോട് അടച്ചു മൂടില്ല, പകരം അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു ഫ്ളാറ്റ് ആയിരിക്കും DLFൽ അവിടെ പണിയുക എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഫ്ളാറ്റിന്റെ പണി പൂർത്തിയാകുന്ന സമയത്ത് തന്നെ ഈ തോട് പൂർണ്ണമായും അവർ അടച്ചു മൂടിയതിനു ശേഷമാണ് അവിടെ ഫ്ളാറ്റ് പണിതത്. ആ സമയത്ത് ഇവർ കോടതിയെ സമീപിച്ചിരുന്നു, പോലീസിനെയും പിന്നീട് കാണാൻ പറ്റുന്ന ജനപ്രതിനിധികളോടൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായി ഇവർ ധരിപ്പിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു നടപടി സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, അതായത് DLF ഫ്ളാറ്റിലെ വെള്ളം കുടിച്ച് അവിടെയുള്ള താമസക്കാർക്ക് പകർച്ചവ്യാധി വന്ന സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വെള്ളത്തിൽ ഇത്തരത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ ബാക്ടീരിയ പ്രധാനമായും ഈ കിണറുകളിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്തരം മലിനജലങ്ങളിലായിരിക്കും, ഈ ഒഴുകിയെത്തുന്ന മലിനജലങ്ങളിൽ നിന്നായിരിക്കും ഈ ബാക്ടീരിയ കൂടുതലായി കാണപ്പെടുന്നത്. ഈ ടെസ്റ്റ് നടത്തിയ വെള്ളം, അതായത് ഈ DLF ഫ്ളാറ്റിലെ കിണറിലെ വെള്ളത്തിലാണ്, മഴവെള്ളം ഒപ്പം തന്നെ കിണറിലെ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈക്കോളി ബാക്ടീരിയ കണ്ടെത്തിയത്. അപ്പോൾ തന്നെ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഈ ദർശൻ നഗറിലെ ആളുകളൊക്കെ ഉമാ തോമസ് ആ DLF ഫ്ളാറ്റ് സന്ദർശിക്കുന്ന വേളയിൽ പറഞ്ഞിരുന്നു, ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഫ്ളാറ്റ് പണിയുന്ന സമയത്ത് ഞങ്ങൾ ഇത് കൃത്യമായി ഇവരെ അറിയിക്കുകയായിരുന്നു, പക്ഷേ അന്ന് നടപടികളൊന്നും സ്വീകരിക്കാത്ത എടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്നതെന്ന് ഉമാ തോമസ് MLAയോട് അന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമാ തോമസ് MLA ഫ്ളാറ്റ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശത്തുള്ളവരെയും താമസിക്കുന്നവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം ചേരാം, അതിലൊരു അന്തിമ തീരുമാനം എടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ തോട് പൂർവ്വസ്ഥിതിയിലാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ടുണ്ടാകാത്ത രീതിയിലേക്ക് അവിടെ ഒരു കാന പണിയുക, അതിലേക്ക് കൃത്യമായി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വീണ്ടും എത്തിയാൽ അത് ഭാവിയിലും വലിയ ദുരന്തത്തിലേക്കായിരിക്കും തള്ളി നിൽക്കുക. ഇപ്പൊ തന്നെ കഴിഞ്ഞ മഴയിലൊക്കെ ഈ DLF ഫ്ളാറ്റിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറുകയും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വെള്ളം തന്നെയാണ്, അവിടെ കെട്ടിനിന്ന വെള്ളം തന്നെയാണ് ഈ DLF ഫ്ളാറ്റിലെ കിണറുകളിലും പോവുകയും പിന്നീട് അത് കുടിച്ചവർക്കാണ്
രോഗം പിടിപെടുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തരമായി യോഗം ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇനി വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ, വെള്ളം കൃത്യമായി മലിനജലം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കും, അതിനു വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനിടെ DLF ഫ്ളാറ്റിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഏകദേശം 500-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാറിയവർക്ക് തന്നെ വീണ്ടും രോഗം വരുന്നതാണ് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്. ശരി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ യോഗം തന്നെയാണ്. നവമി സൂചിപ്പിക്കുന്നത് പോലെ വെള്ളം ഒഴുകുക, പ്രത്യേകിച്ച് കൊച്ചി പോലെ ഒരു പ്രദേശത്ത്, കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഇങ്ങനെ നിരവധിയായ ഫ്ളാറ്റുകളുണ്ട്. അത് സ്വാഭാവികമായ ജല ഒഴുക്കിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് വലിയ പരാതികളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ കർശനമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവിടെ ഇടപെടൽ നേരത്തെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. ആ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ആ ഫ്ളാറ്റിൽ താമസിക്കുന്നവരും പ്രദേശവാസികളും ഒക്കെയാണ്. എന്തായാലും വൈകിയെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകുന്നുവെങ്കിൽ വളരെ നല്ലത്. അതോടൊപ്പം നവമി, ഈ രോഗം കൂടുതൽ ആളുകളിൽ ഇപ്പോഴും പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രദേശവാസികൾ ഉൾപ്പെടെ ഇത്തരത്തിലൊരു ആശങ്ക, സ്വാഭാവികമായും ഈ വെള്ളക്കെട്ട് എന്നതൊക്കെ ദിവസങ്ങളോളം തുടരുന്ന ഒന്നാണല്ലോ. അത് ഒഴുകിപ്പോകാൻ മാർഗമില്ല എങ്കിൽ പിന്നെ വറ്റിപ്പോവുക എന്നത് മാത്രമാണ്. അതിന് ദിവസങ്ങളോളം എടുക്കും. അതിനുള്ളിൽ കൂടുതൽ രോഗാണുക്കളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കൃത്യമായൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ? DLF ഫ്ളാറ്റിലെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഒരു ആശങ്ക തന്നെയാണ്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച കൂടി പുറത്തുനിന്ന് ടാങ്കുകളിൽ എത്തിക്കുന്ന വെള്ളം കുടിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഫ്ളാറ്റിലുള്ളവർക്ക് നൽകുന്നത്. അത് തന്നെ 2 തവണ ടെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡബിൾ ക്ലോറിനേഷൻ നടത്തിയതിന് ശേഷം മാത്രം, 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവിടെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാവൂ എന്നുള്ളൊരു കർശന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് ഒരു ബോധവൽക്കരണം, ചികിത്സ ആവശ്യമുള്ളവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റുകളിലെത്തി, ആരോഗ്യ പ്രവർത്തകർ ഫ്ളാറ്റുകളിലെത്തി അവരെ നേരിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഫ്ളാറ്റിലെ അന്തേവാസികളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇതിനൊരു കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇനിയും ഇത്തരത്തിലുള്ള ഒരു വീഴ്ച ആവർത്തിച്ചാൽ അസോസിയേഷനെതിരെ കർശന നടപടിയെടുക്കുവാനും ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമായും ഈ മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ളാറ്റിലെ മാലിന്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി സംസ്കരിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു സംഘത്തെ രൂപീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ അസോസിയേഷനുള്ളവരോട് ഇത് കർശനമായി തന്നെ പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം ഈ മെയ് മാസത്തിൽ ഈ വെള്ളത്തിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ട് പോലും ഇത് അസോസിയേഷനെ അറിയിച്ചിട്ടും അസോസിയേഷൻ ഒരു നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പോ നൽകിയില്ല. ഇത് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയൊരു വീഴ്ചയാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു നോട്ടീസും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചേർന്നിരിക്കുന്നത്, അതായത് ഇപ്പോൾ ചേരുന്ന യോഗത്തിൽ ഇവിടെ തോട് പൂർണ്ണമായും, അതായത് അടച്ച് മൂടിയ തോടിൽ നിന്നും വേറൊരു വഴി, അതായത് ഈ വെള്ളക്കെട്ടുണ്ടാകാതെ വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിഹാരം അത് കാണണം. അത് തീർച്ചയായും അങ്ങനെ ഒരു പരിഹാരം ആ യോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ നവമി ദിനേശ് പങ്കുവച്ചത്. പല ഫ്ളാറ്റുകളും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തേത് എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ വിഷയത്തിലടക്കം, ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെ ഭരണകൂടം പറയുമ്പോൾ ആ കാലയളവിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ തന്നെയാണ് ഊന്നൽ നൽകുന്നത്. അതിനുള്ള പരിഹാരം കണ്ടെത്തുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. ഇടമലയാർ ഇറിഗേഷൻ കനാൽ അഴിമതിയിൽ 49 പേർ കുറ്റക്കാരാണ് എന്ന് തൃശൂർ വിജിലൻസ് കോടതി. കനാൽ പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന അഴിമതിയിൽ രജിസ്റ്റർ ചെയ്ത 39 കേസുകളിൽ ആണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, വിജിലൻസ് കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത്.
എത്രത്തോളം പ്രധാനപ്പെട്ട വിധിയാണ്, ഏത് തരത്തിലുള്ള ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്? അഭിലാഷ്, ഇതൊരു വലിയ അഴിമതി കേസിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിധി വരുന്നത്. കാരണം ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ വലത് ചാലക്കുടി കനാലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു അഴിമതി. 8 കിലോമീറ്ററോളം ദൂരത്തിൽ ഉള്ള ഭാഗം നിരവധി കോൺട്രാക്ടർമാർക്കായി വിഭജിച്ച് നൽകി. ഇതിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, AXC, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഓവർസിയർ, കോൺട്രാക്ടർമാർ എന്നിവരുൾപ്പെടെ 50 പേരാണ് ഈ കേസിലെ പ്രതികളായിട്ട് ആദ്യം കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം 2 പേരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് 48 പേർക്കാണ് 48 പേർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 48 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഈ 8 കിലോമീറ്റർ നീളത്തിലുള്ള കനാലിന്റെ നിർമ്മാണത്തിൽ വേണ്ടത്ര സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്, കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഈ ശിക്ഷാവിധിക്ക് ഇത്രയും ആളുകൾ 48 ആളുകൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയത്. ഇതിൽ 2 പേരെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ 50 പേരെയായിരുന്നു കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നത്. ഇവർക്കെതിരെയുള്ള വിധി എന്തായാലും 3 മണിയോടുകൂടി വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കാനുള്ളത്. 1 കോടിയിലേറെ രൂപ സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്ന് തന്നെയാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇത് ഏകദേശം 10 കോടി രൂപയുടെക്ക് മേലെയുള്ള ഒരു കോൺട്രാക്ട് ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അഴിമതി നടന്നിട്ടുള്ളത്. എന്തായാലും അഴിമതി നടന്നിട്ടുണ്ടെന്നും 8 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ള വിവിധ കോൺട്രാക്ടർമാർക്ക്, അവർക്ക് താല്പര്യമുള്ള വിവിധ കോൺട്രാക്ടർമാർക്കായി 8 കിലോമീറ്റർ ദൂരത്തിലുള്ള കരാർ വിഭജിച്ച് നൽകിയാണ് അഴിമതി നടത്തിയതെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലൂടെ 1 കോടിയിലേറെ രൂപ സർക്കാർ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അഭിലാഷ്, എന്തായാലും വിജിലൻസ് കോടതിയുടെ വിധിയാണ് വരാൻ പോകുന്നത്. 1 കോടി രൂപയുടെ നഷ്ടം എന്നത് ആ കാലത്ത് ഇടമലയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കനാൽ നവീകരണ പ്രവൃത്തിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഇടപാടാണ്. അന്നത്തെ പണത്തിൻ്റെ മൂല്യമനുസരിച്ച് കൂടി വേണം ഈ കേസിനെ നമുക്ക് കാണേണ്ടി വരുന്നത്. 50 പ്രതികളിൽ 48 പേരും കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അതിൽ ഈ 48 പ്രതികളുടെയും ശിക്ഷ എന്തായിരിക്കും എന്നതാണ് പ്രധാനം. ഒരുപക്ഷെ മേൽക്കോടതിയിലടക്കം പോയി അതിന് സ്റ്റേ വാങ്ങാനൊക്കെ ഇവർക്ക് സാധിച്ചേക്കാം. പക്ഷേ അഴിമതി നടന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇടവേള. കൊല്ലം കടയ്ക്കലിൽ കൈ കഴുകാൻ വെള്ളം കോരി നൽകാത്തതിനെ തുടർന്ന് 67-കാരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചു. കോട്ടുക്കൽ സ്വദേശിനിയായ കുലുസം ബീവിയുടെ ഇടത് കൈയാണ് വിറക് കമ്പുകൊണ്ട് അടിച്ചൊടിച്ചത്. സംഭവത്തിൽ മകൻ നിസറുദ്ദീൻ അറസ്റ്റിലായി. അതുവരെ ഞാൻ ജീവിക്കണ്ടെന്ന് പറഞ്ഞില്ല, ഈ വേല ചെയ്തത് അതിന്റെ വേലയൊക്കെ സഹായിക്കോ? ആരാ ഉള്ള ദാഹിച്ച വെള്ളം തന്നാ വേണ്ടില്ല എന്റെ മോരാ തിന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, വെച്ച് വെക്കുന്നത് വരുമ്പോൾ തിന്നുന്ന മലപ്പുറത്തെ പോയിച്ചൊക്കെ വരപ്പോ ഞാൻ വെച്ച് വെക്കുന്നത് തിന്നുന്നത്. കക്ഷി തിന്നിട്ട് ഇരുന്ന് ബാക്കി ആഹാരം എടുത്ത് അയത്തളയും. ബാക്കി എടുത്താൽ തിന്നേ വെച്ചെടുത്താൽ ഞെറിഞ്ഞ് മുറ്റത്തെറിഞ്ഞ് കറി എടുത്തെറിഞ്ഞ് ചോറും എടുത്തെറിഞ്ഞ് ഞാൻ നോൻപ് കുറിച്ച് ഞാൻ വിചാരിച്ചു എന്തോ തിന്നു. ഇനിയിപ്പം ഞാൻ നോൻപോട്ടും കൂടി ഇന്നല്ലയോ അടുത്ത വീട്ടിൽ നിന്ന് ചായ മറ്റേ കൊച്ചു അവിടെ നിന്ന് ചായ ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ട് തരുന്നു. എൻ്റെ മരുമോള് എവർക്കുള്ള 2ാമത്തെ അവൻ്റെ പെണ്ണ് അവള് വിളിച്ചു പറഞ്ഞാൽ മറ്റേ കൊച്ചു അറിഞ്ഞത്. അങ്ങനെ വിളിച്ചു പോയിട്ടൊന്നും അതും അറിഞ്ഞില്ല. എന്നിട്ട് അത് ഓടിക്കൊണ്ട് വന്ന് ഒരു കുറേ ചായ ഇട്ടുകൊണ്ട് വന്ന് തന്ന് അത് വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ ഇരുന്ന നോൻപ് മുറിക്കുന്നത് അത് പച്ചവെള്ളം കൊണ്ട് തന്നാ കൊച്ച്, അടുത്ത വീട്ടിലെ കൊച്ച്. എന്നിട്ട് എണ്ണയൊക്കെ ഇട്ട് തടവി തന്നെനിക്ക് കയ്യിലും കാലിലും ഒക്കെ. ഓടി പോകല്ലേ കൈക്ക്? കൈ ഒടിഞ്ഞതല്ലേ? ഓടിവാ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് ആണ് ചേരുന്നത്. വിനീഷ്, 67 വയസ്സുള്ള ഒരു ഉമ്മയ്ക്കാണ് ഇങ്ങനെയൊരു അവസ്ഥ. എന്താണ് ഈ മകൻ ഇങ്ങനെ ചെയ്യാൻ ഉണ്ടായ സാഹചര്യം? അഭിലാഷ, ഇത് കണ്ണില്ല ക്രൂരത എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു മകന് സ്വന്തം അമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം
കൊല്ലം കടക്കലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കൈ കഴുകാൻ വെള്ളം കോരി നൽകാതിനെ തുടർന്നാണ് ഈ 67-കാരിയായ അമ്മയുടെ കൈ മകൻ അടിച്ചൊടിച്ചത്. കോട്ടുക്കൽ സ്വദേശിനിയായ കുൽസം ബീവിയുടെ ഇടത് കൈയാണ് വിറക് കമ്പ് കൊണ്ട് ഈ മകൻ അടിച്ചൊടിച്ചിരിക്കുന്നത്. 45 വയസ്സുള്ള യുസറുദ്ദീൻ എന്നാണ് ഈ മകന്റെ പേര്. കഴിഞ്ഞ 16-ാം തീയതിയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. വൈകുന്നേരം 4 മണിയോട് കൂടിയായിരുന്നു ഈ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ മകൻ ഭക്ഷണം ചോദിക്കുകയും ഭക്ഷണം കഴിച്ചു. തുടർന്ന് ഈ ഇറച്ചിക്കറിയിൽ നെയ്യ് കൂടിപ്പോയി എന്ന ഒരു കാരണത്താൽ ഈ അമ്മയോട് അസഭ്യം പറയുകയും ചെയ്തു. തുടർന്ന് ആഹാരം കഴിച്ചിറങ്ങിയ മകൻ കൈ കഴുകാൻ വെള്ളം ചോദിക്കുകയും വെള്ളമില്ലാത്തതുകൊണ്ട് വീടിനുള്ളിൽ ഇരുന്ന അമ്മയെ വലിച്ചിഴച്ച് വീടിന് വെളിയിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് ഈ അമ്മ വെള്ളം കോരി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഉണ്ടായ ഒരു വിരോധം, ഈ തുടർന്നുണ്ടായ ഒരു തർക്കത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് ഈ മകനെ നയിച്ചത്. ഉടൻ തന്നെ വൃദ്ധമാതാവിനെ വിറക് കമ്പ് കൊണ്ട് കൈ അടിച്ചൊടുക്കി. ഇടത് കൈയുടെ ഒരു വിരൽ ഉൾപ്പെടെ അടിച്ച് പൊട്ടിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. വിരലൊടിഞ്ഞ് ഇവരുടെ ഒരു നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുകയും ചെയ്തു. അങ്ങനെ ഈ മാതാവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നൽകുകയും ചെയ്തു. ഇപ്പോൾ കടക്കൽ പോലീസ് വിനീഷ്, ഇതിപ്പോൾ എന്തെങ്കിലും ലഹരിയുടെ അല്ലെങ്കിൽ മദ്യത്തിന്റെയൊക്കെ അഡിക്റ്റഡായി അങ്ങനെ വല്ലതും ആയിരുന്നോ? അത്തരം ഒരു വിവരം നമുക്കിപ്പോ പോലീസിന് ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഇയാളൊരു കൂലിവേലയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ആളാണ്. അതുപോലെ തന്നെ ഇയാള് വിവാഹിതനായിരുന്നു എന്ന് പറഞ്ഞു. വിവാഹബന്ധം ഏർപ്പെടുത്തി അമ്മയോടൊപ്പമായിരുന്നു താമസം. ഇവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് ഈ മാതാവ് ഇരയായത്. ഉടൻ തന്നെ കടക്കൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതായിട്ടാണ് അഭിലാഷ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്. ഇടുക്കിയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. പാലാ തൊടുപുഴ റോഡിൽ നെല്ലാപ്പാറയ്ക്കും കുറിഞ്ഞിക്കും ഇടയിലായിരുന്നു അപകടം. ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ടയറുകൾ മോശമായിരുന്നുവെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് സാഗർ ആണ് ചേരുന്നത്. സാഗർ, ഈ വാഹനം ആന്ധ്ര രജിസ്ട്രേഷൻ വണ്ടിയാണോ? വാഹനത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില പ്രകാരമാണ്? അഭിലാഷ്, ഇന്ന് രാവിലെ 12 മണിയോടെയാണ് പാലാ തൊടുപുഴ റൂട്ടിൽ കുറിഞ്ഞി ഈ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ് മറിഞ്ഞത്. ഇതിൽ 21 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. മറ്റുള്ളവരെല്ലാം പരിക്കേറ്റവരെല്ലാം തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ബസ് ബംഗളൂരു തിരുവല്ല ആലപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. സൂരജ് എന്ന അന്തർ സംസ്ഥാന ബസ്സാണ് ഇത്തരത്തിൽ അപകടപ്പെട്ടത്. ഈ അപകട സമയത്ത് 21 യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ഈ അപകടം നടക്കുമ്പോൾ പ്രദേശത്ത് ശക്തമായ മഴയും ഉണ്ടായിരുന്നു. ഈ അപകടം നടന്ന ഇടം ഒരു വളവും ഇറക്കവും കൂടി ഉള്ള ഒരു പ്രദേശമാണ്. ഈ വളവ് തിരിയുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കൽക്കെട്ടിന് സമീപത്തായി മറിയുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. ആളൊഴിഞ്ഞ സ്ഥലത്തായിരുന്നു ഈ അപകടം നടന്നത്. അതിനാൽ തന്നെ ഈ സമീപത്തുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോ തൊഴിലാളികളാണ് ആദ്യം ഇവിടേക്ക് ഓടിയെത്തിയത്. ഇവരാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും തുടർന്ന് രാമപുരം, കരിങ്കുന്നം, അതായത് ഇടുക്കി, കോട്ടയം ജില്ലകളിലെ അതിർത്തിയിലാണ് ഈ അപകടം നടന്നതിനാൽ തന്നെ ഈ രാമപുരം, കരിങ്കുന്നം പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരും തൊടുപുഴയിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയത്. ഈ ബസിന്റെ 6 ചക്രങ്ങളിൽ 6 ടയറുകളിൽ 2 തേയ്മാനം സംഭവിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ 2 ടയറുകൾ തേഞ്ഞ് ഇതിന്റെ കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതും അപകടം ഉണ്ടാകുവാൻ കാരണമായതായി പറയപ്പെടുന്നു. തീർച്ചയായും മഴക്കാലമാണ്, ടയറുകൾക്ക് ഗ്രിപ്പില്ല എങ്കിൽ വലിയ തോതിൽ അപകട സാധ്യതയുണ്ട്. ഇത്രയും അധികം ആളുകളെയും വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം മോശം ടയറുകൾ ഉപയോഗിച്ച് ഈ സമയത്ത് ഓടിക്കുന്നു എന്നതും കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.